ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ഗ്ലാസ് സ്കിൻ മേക്കപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ സൈനോയ്ക്കാണ് ചെയ്തത്. ഞാനത് ആൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനുവേണ്ടി ചെയ്തപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആർക്കൊക്കെ ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. എക്സ്ട്രീം ഓയിലുള്ളവർക്ക് ഒരിക്കലും ഗ്ലാസ് സ്കിൻ ചെയ്യരുത്. അപ്പോൾ അവർക്ക് ഓൾറെഡി കുറച്ച് നേരം ഓയിൽ പ്രൊഡക്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഓയിലി ഫീലിംഗ് കാണും, ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. സൈനോയുടെ സ്കിന്ന് വന്നിട്ട് അത്യാവശ്യം നല്ല ഡ്രൈ ആണ്. നല്ല പോലെ പ്രെപ്പിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഗ്ലാസ് സ്കിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം മേക്കപ്പിലോട്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഫസ്റ്റ് ഒന്ന് നല്ലപോലെ ക്ലെൻസ് ചെയ്തായിരുന്നു. ദെൻ ടോണർ യൂസ് ചെയ്ത് പിക്സിയുടെ ആണ് കേട്ടോ. പിക്സിയുടെ നമുക്ക് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല ടോണറാണ്, പക്ഷെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ അതിന്. പിന്നെ അവൾക്ക് അത്യാവശ്യം ഐബ്രോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി അത് ഐബ്രോ നമ്മൾ മൈക്രോ ബ്ലേഡിങ്ങും മൈക്രോ ഷെയ്ഡിങ്ങും കൂടെ ചെയ്തിട്ടുള്ള ഐബ്രോസ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടോപ്പ് സെക്ഷൻ മാത്രം ഒരു പെന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അത് ബെനഫിറ്റിൻ്റെ പെന്നായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് എഴുതിയിട്ട് നമ്മൾ സ്പൂല് വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നല്ല നാച്ചുറലായിട്ട് ഐബ്രോസ് ഇരുന്നോളൂ കേട്ടോ. ഇത്രയും കട്ടിയുള്ള പുരുകം നമ്മൾ ഒരിക്കലും പോയിട്ട് പോമേഡ്സോ ജെല്ലോ അതുപോലെ പൗഡറോ വെച്ച് ചെയ്യാതിരിക്കുക നല്ലത് കേട്ടോ. ദെൻ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഓൾറെഡി നമ്മൾ ടോണറൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആവാനായിട്ട് ഒരു ടൈം കിട്ടും. എപ്പോഴും പ്രോഡക്റ്റ് ലെയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രോഡക്റ്റ് നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ഡ്രൈയിങ് ടൈം കൊടുത്ത് അതൊക്കെ പ്രോഡക്റ്റ് സ്കിന്നിലോട്ട് നാച്ചുറലായിട്ട് അബ്സോർബ് ചെയ്ത് വരുന്ന ആ ഒരു ടൈം കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണുന്ന ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, എഫക്റ്റോ കാര്യങ്ങളോ ഞാൻ വീഡിയോസിൽ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ എപ്പോഴും വീഡിയോസ് ഇടാറ്. ഇപ്പം എൻ്റെ കൈയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു എഫക്റ്റും ഇട്ടിട്ടില്ല കേട്ടോ. നോർമൽ നമ്മുടെ ഐഫോണിൽ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്ത കൺസീലർ പോട്ട് ടൈപ്പിൽ വരുന്നത് നമ്മുടെ PACD ആണ് കേട്ടോ. നമുക്ക് നാസിൻ്റെ ഒക്കെ ഒരു വേർഷനാണ് നമുക്ക് PAC, അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് PAC കിട്ടും കേട്ടോ. ഞാൻ PACയുടെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നല്ലതുപോലെ ആളുടെ ഐസ് കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഐബ്രോസും അതിനോട് കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് ഡിഫൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ക്രീം പാലറ്റുകളാണ് നമ്മൾ ഇങ്ങനത്തെ ക്രീം ടൈപ്പ് പ്രോഡക്റ്റുകൾ എപ്പോഴും ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യുക. ഓയിൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ടാർട്ട് അതൊക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ടാർട്ട് വന്നിട്ട് നമ്മൾ ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവിടെ ഒരു പാച്ച്, ഒരു എന്താ പറയുക, ഒരു ക്രാക്കായ പോലെ നമുക്കൊരു ഫീല് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഇതുപോലത്തെ ക്രീം ടെക്സ്ചറുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ സ്കിന്നിന് എപ്പോഴും ക്രീമി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നല്ലത്. ക്രീം ബ്ലഷ്, ക്രീം ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ ലിക്വിഡ് ഫൗണ്ടേഷൻസ്, ക്രീം കോണ്ടോറിങ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ മേക്കപ്പ് അതുപോലെ തന്നെ ഈ ഡ്രൈയിങ് ടൈം നല്ലതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോലെസ് ആയിരിക്കും മേക്കപ്പ് കാണാനായിട്ട്. ചിലർ ഇപ്പം ഞാനൊക്കെ ആദ്യം ചെയ്യുന്ന സമയത്ത് വിചാരിക്കേണ്ടത് എൻ്റെ മേക്കപ്പ് മാത്രം ഇങ്ങനെ ഇട്ട പോലെ ഫീൽ ചെയ്യണേന്ന്. ശരിക്കും ഇത് സ്കിന്നായിട്ട് അബ്സോർബ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡ്രൈയിങ് ടൈമും അതുപോലെ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമ്മൾ മേക്കപ്പ് ഇട്ടേക്കുന്നതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഒരു മേക്കപ്പ് ഇട്ട് പണ്ടൊക്കെ ഉള്ള എല്ലാവരും പറയില്ല പുട്ടിയടിച്ച പോലൊരു ഫീലിംഗ്, അതൊരിക്കലും തോന്നില്ല കേട്ടോ. ദെൻ ആ കൺസീലർ ഇട്ട് കഴിഞ്ഞ് നല്ലതുപോലെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കോമ്പാക്ട് പൗഡറോ ലൂസ് പൗഡറോ ഏതെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഐസ് നമ്മൾ ആ കൺസീലർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൺസീലർ ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ ഷാഡോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത വീഡിയോ ആണ്, കാരണം എനിക്കിതിന് സമയം ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ട് ഈ വീഡിയോയ്ക്ക്. നമ്മൾ ബ്രൈഡ്സിനൊക്കെ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹറിബറി ആയിരിക്കും. ബ്രൈഡ്സിൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ടാവും, ബ്രൈഡ്സിൻ്റെ അമ്മ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം തന്നെ വേറെ ലൈറ്റ് മേക്കപ്പ് ഒക്കെ ഉണ്ടാവും. നമ്മൾ 7-8 മേക്കപ്പ് ഒക്കെ ലൈറ്റ് മേക്കപ്പ് അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്യാനോ ക്യാമറയിലേക്ക് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും പകുതി വീഡിയോസൊക്കെ എൻ്റെ ഇത് കട്ടായി പോകാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അതിന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. കുറേ പേര് കാണുമ്പോൾ കുറേ പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് കേട്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്.
ഐ മേക്കപ്പ് വന്നിട്ട് നല്ല ഷിമ്മറിട്ട് ആളുടെ ഒരു ഗ്രീൻ സാരിയാണ്. അപ്പോൾ അതിന് നല്ല എന്നോട് എപ്പോഴും പറയും എനിക്ക് എൻ്റെ ഐ മേക്കപ്പ് അവൾക്ക് ചെയ്ത് കൊടുക്കാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ലെൻസ് വെച്ചു കേട്ടോ. ഞാൻ അത് പറയാൻ മറന്നുപോയതാണ്. നമ്മുടെ ഫ്രഷ് ലുക്കിൻ്റെ ഗ്രേ ആണ് കേട്ടോ വെച്ച് കൊടുത്തത്. അവളുടെ ഐസൊക്കെ നല്ല വലുതാണ്, ഒത്തിരി മെലിഞ്ഞ കാരണം ഐസ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക ഹൈലൈറ്റിങ് കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണൊന്നും കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കും ആരത്. അപ്പം അതുകൊണ്ട് നമ്മൾ ക്രീസ് ഏരിയ മാത്രം ഒന്ന് ചെയ്ത് ബാക്കിയെല്ലാം ആ സെയിം ഷെയ്ഡിൽ നിർത്തി പിന്നെ ഒരു ചെറിയ സ്മോക്കൊക്കെ കൊടുത്ത് നോർമലി എഴുതി അങ്ങനെ ചെയ്യാറ്. ഐ മേക്കപ്പ് എനിക്കിങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ട നമ്മൾ ഒരു എന്താ പറയുക നല്ല സ്മോക്ക് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ഐസാണ്. സ്മോക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാണാത്ത ഐസിൽ നമ്മൾ കൊണ്ടുപോയിട്ട് സ്മോക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല സ്മോക്കൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത ഷിമ്മർ നമ്മുടെ അർബൻ ഡിക്കയുടെ ലിതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഫൈനൽ ലുക്കിൽ വരുമ്പോൾ അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ലൈറ്റ് ക്വാണ്ടിറ്റിയാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ നമുക്കതൊരു ഭയങ്കര മിനിമലായിപ്പോവും. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷെയ്ഡിൻ്റെ പ്രത്യേകത എല്ലാ ഐ ഷാഡോയുടെ കൂടെയും ഇത് മിക്സ് നല്ലപോലെ ബ്ലെൻഡ് ആവട്ടെ, നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഞാൻ ചെയ്ത ക്രീസ് ലൈൻ ഒന്നും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ക്രീസ് ലൈൻ നമുക്ക് ഒന്നുകൂടെ ഡാർക്കൻ ചെയ്യുമ്പോൾ ആ ഐസൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഐബോളൊക്കെ ഒന്നും കൂടെ ഡിഫൈൻഡ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അത്രയുള്ള ഐ മേക്കപ്പ്. ദെൻ കെ ബ്യൂട്ടി വെച്ചിട്ട് ജസ്റ്റ് നല്ലൊരു വിങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു അടിപൊളി വിങ് ഇട്ട് കൊടുത്തു. വിങ് ഇടാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഐ മേക്കപ്പ് ഒന്ന് ഫോക്കസ് ചെയ്ത് കാട്ടിയതാ കേട്ടോ. PSCയുടെ ഒരു 54 ആണ് വെച്ച് കൊടുത്തത്. ഞാനത് സൂം ചെയ്ത് കാണിച്ചത് ഈ മേക്കപ്പ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടാം. അപ്പോഴേക്കും ഞാനിത് മറന്നു പോയിട്ടുണ്ടാവും ഏതാണ് വെച്ചേ. ലെൻസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, പക്ഷെ ലാഷസിൻ്റെ ഏതാ വെച്ചതെന്ന് നമുക്ക് പെട്ടെന്ന് അതിൽ നമ്മുടെ ഫേക്ക് ലാഷസും മോൺ ലാഷസും കൂടെ മിക്സ് ആയിട്ടല്ലേ ഇരിക്കും, അപ്പം മനസ്സിലാവില്ല ഏതാണ്. അപ്പം ഞാനത് മിററിൽ അത് കാണിച്ചത് കൊണ്ടാണ് കേട്ടോ 54 ആണെന്ന് എനിക്ക് മനസ്സിലായത്. PSCയുടെ 54 ആണ്. അത് തൃശ്ശൂർ ഭാഗത്തുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ മേക്കപ്പ് സ്റ്റുഡിയോയിൽ ഇത് ഓഫറിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ. അത് കൊടുക്കുന്നുണ്ടായിരുന്നു, തീർന്നോന്ന് അറിയില്ല. അപ്പം അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ അതായിട്ട് വിങ്ങിട്ട് കൊടുത്തു. വിങ്ങിട്ട് കൊടുക്കുമ്പോൾ അവരോട് പറയാം നമ്മൾ ടെയിലിടുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കാൻ പറയാം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ലൈൻ മുകളിലേക്ക് വരയ്ക്കുക. അതിന് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലാഷ് ലൈനിൽ നമ്മുടെ ഇത് വരച്ചു കൊടുക്കുക. വളരെ ലൈറ്റായിട്ട് ഞാൻ വരച്ചിട്ടുള്ളൂ കേട്ടോ. ഓൾറെഡി നമ്മളൊരു സ്മോക്ക് ഐസ് ആണല്ലോ പോകുന്നത്. ആൾക്ക് അത്യാവശ്യം നല്ല ബോൾഡ് ഐസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഐസിൽ തന്നെയായിരുന്നു ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഐ മേക്കപ്പിലാണ് കേട്ടോ. ഐ മേക്കപ്പിനും ടൈം എടുക്കും, ലിപ്പ് കറക്റ്റ് ചെയ്ത് വരാൻ ഒരു സമയം എടുക്കും. കാരണം എല്ലാവരുടെയും കണ്ണും വ്യത്യാസം ഉണ്ടാവും, ചുണ്ടും വ്യത്യാസം ഉണ്ടാവും. ചുണ്ടിനൊക്കെ ഓരോരുത്തർക്കും പലതരം ഷേപ്പായിരിക്കും. അപ്പം നമ്മളത് കറക്റ്റ് ഷേപ്പിൽ എടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് തന്നെ മാറിപ്പോവും. അപ്പോൾ എനിക്ക് ഇത് രണ്ടും തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സമയം പോവുക. ഫേസൊന്നും എനിക്ക് അങ്ങനെ ഒത്തിരി സമയമൊന്നും പോവാറില്ല കേട്ടോ. ഈ ഐ മേക്കപ്പ് തീരാനും അതുപോലെ ലിപ്പ് കറക്റ്റ് ചെയ്ത് വരാനാണ് കുറേ സമയം അങ്ങനെ പോവാറ്. അപ്പോൾ ഇത് ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാട്ടിത്തരണതാണ് കേട്ടോ. പക്ഷെ ക്യാമറയിൽ എനിക്ക് ഒരിക്കൽ പോലും ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡയറക്റ്റാണ് എപ്പോഴും എനിക്ക് കുറച്ചും കൂടെ അതിനൊരു ഭംഗി ഫീൽ ചെയ്യാറ് കേട്ടോ. എന്നാലും ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ട് നമുക്കൊരു വ്യൂ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സ്മോക്ക് എഫക്റ്റ് ഒന്നും വീഡിയോയിൽ അത്ര പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല കേട്ടോ. ദെൻ ഞാൻ ഒന്നുകൂടി സ്കിൻ പ്രപ്പിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നുകാർക്ക് നമ്മൾ ഗ്ലാസ് സ്കിൻ ചെയ്യുമ്പോൾ നല്ലതുപോലെ പ്രപ്പിംഗ് ചെയ്യണം. കാരണം എത്രത്തോളം സ്കിൻ ഹൈഡ്രേറ്റ് ആവുന്നു അത്രത്തോളം നമുക്ക് ഗ്ലാസ് ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്താ നെക്സ്റ്റ് അവൾക്ക് ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മുടെ വാട്ടർമെലൻ ഗ്ലോ റെസിപ്പിൻ്റെ സിറം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സിറം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഓയിൽ ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൈമറോ അല്ലെങ്കിൽ ഓക്സിലോടെ ഒരു ഫിൽറ്റർ ഞാൻ പറയാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഷാർലറ്റിൻ്റെ ഒരു ഫിൽറ്റർ അത് യൂസ് ചെയ്യാം. എൽഫിൻ്റെ അങ്ങനെ ഒത്തിരി ഫിൽറ്റേഴ്സും വരുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നല്ലതുപോലെ നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ
ഈ പറഞ്ഞ പോലെ നല്ല ഗ്ലോ തരുന്ന ഫൗണ്ടേഷൻസ് യൂസ് ചെയ്താൽ നമുക്ക് നല്ല നാച്ചുറൽ ഒരു ഗ്ലാസ് സ്കിൻ കിട്ടും. നമ്മൾ ഈ ലാസ്റ്റ് പോയിട്ട് ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ്, അതായത് ഗുച്ചിയൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഗ്ലാസ് സ്കിൻ ആയിരിക്കും കേട്ടോ ഭംഗി കാണാനായിട്ട്. ദെൻ നാസിൻ്റെ ഒരു മസ്കാര വെച്ചിട്ട് നല്ലതുപോലെ ഫേക്ക് ലാഷസും ആളുടെ ലാഷസും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ മേർജ് ചെയ്ത് കൊടുക്കുക, അപ്പോഴായിരിക്കും നമുക്ക് ഫോട്ടോസിലേക്ക് കുറച്ചും കൂടി ഭംഗി. ദെൻ എംബ്രിയോലൈസ് ആണ് ഇട്ടിട്ട് കൊടുത്തത്. എംബ്രിയോലൈസ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാം, പേഴ്സണൽ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് എംബ്രിയോലൈസ് വന്നിട്ട് കേട്ടോ. അത് നല്ലതുപോലെ ആളുടെ സ്കിന്നിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതൊന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയി. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് എപ്പോഴും. എനിക്ക് പക്ഷെ അതിൻ്റെ റിസൾട്ടും എനിക്ക് നല്ലതുപോലെ തോന്നാറുണ്ട്. നമ്മളിങ്ങനെ ലെയർ പെട്ടെന്ന് ചെയ്യാതെ ഒരു ലെയർ കഴിഞ്ഞ് കുറച്ച് ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസം. നെക്സ്റ്റ് വന്നിട്ട് ആൾക്ക് അത്യാവശ്യമുള്ള ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൺസീൽ ചെയ്തു. ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ടു ഫേസിൻ്റെ കൺസീലറാണ് കേട്ടോ. അത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റും, പ്രത്യേകിച്ച് നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും കേക്കി ആവാതെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ചെറിയ ബ്ലെൻഡർ വെച്ച് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ചെയ്യാം. എത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മേക്കപ്പ് നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. ബ്ലെൻഡർ അല്ല കേട്ടോ യൂസ് ചെയ്ത്, ബ്രഷാണ് യൂസ് ചെയ്തത്. ഞാൻ ബ്രഷ് കൊണ്ട് ഞാൻ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ദെൻ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏത് ബ്രഷ് യൂസ് ചെയ്താലും ഫൈനലി ഞാൻ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് എക്സസ് ഉള്ളത് എടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന കളർ കറക്റ്റ് പ്രോപ്പർ ആണെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ പ്രോപ്പർ ആണെങ്കിൽ നമ്മുടെ മേക്കപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഞാനൊരു ഡാർക്ക് കളർ കൺസീലറും ഒരു മീഡിയം കൺസീലറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ആൾക്ക് യൂസ് ചെയ്ത്. അപ്പോൾ ആ ഷെയ്ഡ് വന്നിട്ട് ആളുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കവർ ചെയ്തു. അതിന് ശേഷം ഞാൻ കൊടുത്ത ഫൗണ്ടേഷനും വന്നിട്ട് ഒരു ഗ്ലാസ് സ്കിൻ, നമ്മുടെ നാസൊക്കെ വന്നിട്ട് ഒരു ഡ്യൂയി ടൈപ്പ് മേക്കപ്പ് തരുന്നൊരു ഫൗണ്ടേഷനാണല്ലോ. നാസും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല ഒട്ടും എന്താ പറയുക, നമ്മൾ മേക്കപ്പ് ഇട്ട ആൾക്ക് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര ലെയർ ഫീൽ ചെയ്യുക ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ കൺസീലിങ് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഇപ്പം നമ്മൾ കൺസീൽ ചെയ്തപ്പോൾ ഒരു ഷെയ്ഡ് ഡാർക്കറാണ് ഇട്ട് കൊടുത്തത്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ഷെയ്ഡായിരിക്കും നമുക്ക് വരാം. അപ്പോൾ അതിനൊന്ന് ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത കൺസീലറിൻ്റെ സെയിം പ്രോഡക്റ്റ് തന്നെ ടു ഫേസിൻ്റെ തന്നെ ഒരു ഫെയർ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ന്യൂട്രലാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ നാസിൻ്റെ പഞ്ചാബ് എന്നുള്ള ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത്. അത് ഒരു ലെയർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലെയറും കൂടെ കൊടുക്കുക. ആൾക്ക് അത്യാവശ്യം ഒരു ഫെയർ ടോണിലേക്ക് വരണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 2 ലെയർ ഇട്ട് കൊടുത്തു. നാസിൻ്റെ പ്രത്യേകത അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, നാസ് നമുക്ക് ഓൾ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ്. പിന്നെ നമുക്കത് ബിൽഡബിൾ ആണ്. നമുക്ക് എത്ര ലെയറുകളും കൊടുത്ത് നമുക്ക് വേണ്ട ഒരു കവറേജിലേക്ക് നമുക്ക് എത്തിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു ലെയർ കൊടുത്തു, അപ്പോൾ എനിക്ക് ആ ഒരു കവറേജ് പോരാ, കുറച്ചും കൂടെ കൊടുക്കണം തോന്നി നമുക്ക് പിന്നീട് ഇട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നാസ് ഒരു നല്ല അടിപൊളി ഒരു ഗ്ലാസ് സ്കിന്നിന് പറ്റുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷനാണ്. ഡിയോറോ അതെ കേട്ടോ. രണ്ടും ഏകദേശം ഒരു റേറ്റാണ്. എൻ്റെ കയ്യിലുള്ളത് നാസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഒരു ഷെയ്ഡ് കയറ്റിയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പ്രോപ്പർ ഷെയ്ഡിലോട്ട് ആളുടെ സ്കിന്നിലോട്ട് വന്നോളും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൗണ്ടേഷൻ വരെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പൗഡർ സെറ്റിംഗ് കൊടുത്തിട്ടേ ഇല്ല ആൾക്ക്. പൗഡർ സെറ്റിംഗ് ലാസ്റ്റിൽ മാത്രം അണ്ടർ താഴെ മാത്രം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടിട്ടുള്ളൂ. കാരണം ക്രീസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് മാത്രം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗഡർ സെറ്റിംഗ് ഇല്ലെങ്കിൽ മേക്കപ്പിന് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. പിന്നെ ബ്യൂട്ടിലീഷ്യസിൻ്റെ ഈ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നല്ലതുപോലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രഷാണ് ഈ ബ്രഷ് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ നല്ല രീതിക്ക് നമുക്കത് സ്കിന്നിലോട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്യൂട്ടിലീഷ്യസിൻ്റെ ഈ ബ്രഷ് വന്നിട്ട്
അപ്പോൾ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തു. ദെൻ നെക്കും കവർ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അണ്ടർ ഐ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. ഫൗണ്ടേഷൻ നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം ന്യൂഡ് സ്റ്റിക്സിൻ്റെ പോപ്പി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് വെച്ചിട്ട് നല്ലതുപോലെ ബ്ലഷും അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഒരു മീഡിയം ഷെയ്ഡുകാർക്കൊക്കെ അടിപൊളി ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ബ്ലഷാണ് നമ്മുടെ ന്യൂഡ് സ്റ്റിക്സ് വന്നിട്ട്. അപ്പം അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്യൂട്ടിലീഷ്യസിൻ്റെ തന്നെ ബ്ലെൻഡിങ് ബ്രഷാണ് കേട്ടോ. ഇത് പൗഡർ ബ്രഷ് ടൈപ്പാണ്. ഞാൻ ബ്ലഷ് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞപ്പോൾ ഹൈലൈറ്റർ ഡിയോറാണ് കേട്ടോ. ഡിയോറും പിന്നെ ബോബി ബ്രൗണിൻ്റെ ഒരു ഹൈലൈറ്ററും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ബോബി ബ്രൗണിൻ്റെ ഒരു പൗഡറും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ ആൾക്ക്. ദെൻ മാസിൻ്റെ ലിപ് ലൈനറാണ് കേട്ടോ. സൗണ്ട് അതിൻ്റെ ഇടയിൽ ഡ്രൈ ആയിപ്പോയി. മാസിൻ്റെ ലിപ് ലൈനർ ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത് കുറച്ച് ഷെയ്ഡുകൾ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി. ബാക്കിയുള്ള എനിക്ക് ഇതിലും ഹൈ എൻഡ് ആയിട്ടുള്ള ഒരുപാട് ലിപ് ലൈനർ യൂസ് ചെയ്തതിനേക്കാളും എനിക്ക് ഭയങ്കര റിസൾട്ട് തോന്നിയൊരു ലിപ് ലൈനറാണ് കേട്ടോ മാസിൻ്റെ എല്ലാ പ്രോഡക്റ്റും. ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന കുട്ടികൾ കുറേ പേര് ചോദിക്കും ഏത് പ്രോഡക്റ്റ് എടുക്കണം. ഞാൻ പറയും നിങ്ങൾ മാസിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മാസിൻ്റെ ഒക്കെ ആണെങ്കിൽ അഫോർഡബിൾ ആണ്, പക്ഷെ അടിപൊളി പ്രോഡക്റ്റുകളാണ് കേട്ടോ മാസിൻ്റെ പ്രോഡക്റ്റുകൾ. മാസിൻ്റെ ലിപ് ലൈനർ ആണെങ്കിലും മസ്കാര ആണെങ്കിലും ഐഷാഡോ ആണെങ്കിലും മാസിൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ആളുടെ ചുണ്ട് ഫുള്ള് ഞാൻ ലിപ്പ് ഫുള്ള് ഒന്ന് കവർ ചെയ്തു. കാരണം നമ്മുടെ ലിപ്സ് മിക്കവരുടെ ലിപ്സിന് ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പം അതൊന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ലിപ് ലൈനർ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പം അത് ഇട്ടതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ഇതെനിക്ക് പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ നൈക്കിന്ന് ഫ്രീ കിട്ടിയ ഒരു ഷാർലറ്റിൻ്റെ ഒരു ചെറിയൊരു മിനി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഷെയ്ഡ് ഏതാണെന്ന് എനിക്കറിയില്ല. അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. പക്ഷെ അടിപൊളിയായിരുന്നു. രണ്ടും കൂടി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കയ്യിൽ കാണാൻ കൂടില്ല. ഒരു മിനി വേർഷൻ എനിക്ക് ഗിഫ്റ്റ് എന്താ കേട്ടോ ഒരു പ്രോഡക്റ്റുകൾ എടുത്തപ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പിൻ്റെ ഫുൾ പ്രോഡക്റ്റും ഡീറ്റെയിലും കാര്യങ്ങളും. ഫിൽറ്റർ കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തത് അതുപോലെ തന്നെയാണ് നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മാക്കിൻ്റെ ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. ഞാൻ ഡിയോറിൻ്റെ ആണെന്ന് വിചാരിച്ചായിരുന്നു. ഡിയോറിൻ്റെ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു, പക്ഷേ എനിക്കൊന്ന് വീഡിയോയിൽ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. മാക്ക് ആളുടെ മീഡിയം സ്കിൻ ടോണിന് എപ്പോഴും മാക്കിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതാണ് ഇട്ട് കൊടുത്തത്. അപ്പം അത്രേ ഉള്ളൂ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ. ഇനി പ്രോഡക്റ്റ് ഞാൻ ചെയ്യണതിനനുസരിച്ച് പറഞ്ഞുതരാം. ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ നിന്ന് വരുന്നതാണ്. നമ്മളിങ്ങനെ പ്രോഡക്റ്റ് കാണുമ്പോഴാണ് നമുക്ക് ഏതാണ് യൂസ് ചെയ്തതെന്ന് ഓർമ്മ വരും. കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ടേ. പിന്നെ ഒരു പൊട്ട് കുത്തി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലാസ് സ്കിന്നാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ PSCയുടെ ഫിക്സർ ഒരെണ്ണടിച്ചു കൊടുത്തു കേട്ടോ. ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഹർബൽ ഡീക്കയും കൂടെ അടിച്ചു കൊടുത്തു. മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇത് കണ്ടോ, ഒരു ഫിൽറ്ററോ കാര്യങ്ങളില്ലാതെ എടുത്തേക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നല്ല ഗ്ലാസ് ഫിനിഷിങ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? സ്കിന്നിൽ എത്രമാത്രം ബ്ലെൻഡായിട്ടാണ് ആ മേക്കപ്പ് കിടക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മളിതുപോലെ ടൈം എടുത്ത് ചെയ്യുന്ന മേക്കപ്പും ടൈം ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന മേക്കപ്പും നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് സൈനാരയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ. അപ്പം നിങ്ങളും ഇതുപോലെ ടൈം എടുത്ത് മേക്കപ്പ് ചെയ്ത് നോക്കിയോളൂ. നല്ലതുപോലെ ഡ്രൈ ആക്കി പ്രോഡക്റ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ മേക്കപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ. തുടർന്നുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നെക്സ്റ്റ് ഇനി ബ്രൈഡ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.